ഹലോ ഫ്രണ്ട്സ്. ദ ഗ്രീൻ ഇൻഫെർണോ. റോത്ത് ഗില്ലെർമും അമിഡോയും ചേർന്ന് തിരക്കഥയെഴുതി ഏലി റോസ് സംവിധാനം ചെയ്ത് 2013 പുറത്തിറങ്ങിയ ഒരു നരഭോജി ഹൊറർ ചിത്രമാണ് ദി ഗ്രീൻ ഇൻഫെർണോ. ലോറൻസ് ഇസോ, ഏരിയൽ ലെവി, ഡാറിൻ സബാര, കീർബി ഫ്ലിസി, ബ്ലൻറ്റൺ സ്കൈ ഫെറേറ, മഗ്ദ അബ്നോവിക്സ്, നിക്കോളസ് മാർട്ടിനസ്, ആരോൺ ഫെൻസ്, ഇഗ്നേഷ്യസ് അലമന്റ്, റാമോൺ ലാവോ, റിച്ചാർഡ് ബർഗ് എന്നിവരാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു വിദേശ യാത്രയ്ക്ക് പോകുന്ന ഒരു ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുമായിട്ടാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം. അതിനുശേഷം അവർ എങ്ങനെയോ അതിലൊരു പ്ലെയിൻ ക്രാഷ് ഉണ്ടാവുന്നു. ആ ക്രാഷിന് ശേഷം അവർ താഴെ വീഴുന്നു. ആ വീഴുന്ന ആമസോണിൻ്റെ കാടിൻ്റെ ഏറ്റവും നടുവിലെ വീഴുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നാണ് ഈ സിനിമ. പക്ഷേ എനിക്ക് ഈ സിനിമയുടെ വളരെ വ്യത്യസ്തമായിട്ടൊരു പുതിയൊരു ഉണർവാണ് കിട്ടിയത്. കാരണം എന്താ കഴിഞ്ഞാൽ ഞാൻ കുറേ അധികം സിനിമകൾ ഈ നരഭോജി സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട്, കാരണം ഒരു ആസ് യൂഷ്വൽ സ്റ്റോറി അല്ല. ഇപ്പോൾ നരഭോജിയിലായി കിട്ടിയ അവർ ചെയ്യുന്ന ആദ്യം കൊല്ലും, അത് ഡിഫോൾട്ടാണ്. പക്ഷേ ഇതിൽ അതിൻ്റെ എല്ലാം തന്നെ വഴിയുള്ള വ്യത്യസ്തമായിട്ട് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇവർ ഇത് ആളുകളെ കൊല്ലാൻ ശ്രമിക്കുന്നത്, അവരെ കൊല്ലുന്ന മുമ്പ് അവരുടെ ആചാരങ്ങളും അനിഷ്ടാചാരങ്ങളും ഇവരിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട്, എന്നിട്ട് അവരുടെ പവിത്രമായ അവൻ്റെ ഓരോ കാര്യങ്ങളും ഇവർ കൊല്ലാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് പവിത്രമായ അവൻ്റെ ഓരോ ആചാരങ്ങളിൽ ശേഷമാണ് ഇവരെ കൊല്ലുന്നത്. പക്ഷെ ആ കൊന്ന് അവരത് എങ്ങനെയാണ് ആ ഒരു സമൂഹം മൊത്തം കഴിക്കും ആ ഭക്ഷണം. അവര് ഈ ആളുകളെ വെറുതെ അങ്ങോട്ട് പച്ചയ്ക്ക് കഴിക്കുന്ന സീൻസും എല്ലാം ഇതിൽ കാണിക്കുന്നത്. അതിന് പ്രത്യേകതരം കുറേ എന്താ പറയുക സീൻസ് ഇതിൽ ആഡ് ചെയ്യുന്നു. പ്രത്യേക ഒരു അതിൻ്റെ ഒരു എനിക്കിത് കണ്ടപ്പോൾ നമ്മൾ സാധാരണ ഒരു കോഴി വാങ്ങി കിട്ടി കഴിഞ്ഞാൽ കോഴി എടുത്ത് നമ്മൾ ചുട്ടു തിന്നുന്ന പരിപാടി ഉണ്ടല്ലോ, വളരെ ചുട്ട് പിന്നെ അതിലേക്ക് മഞ്ഞപ്പൊടിയൊക്കെ തേച്ച് പിന്നെ തോല് കളഞ്ഞ് പിന്നെ നല്ല വെട്ടിച്ച് പീസാക്കി മാറ്റി ചൂടാക്കി വേവിച്ച് നല്ല എന്താ പറയുക അതിൻ്റെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കറി വെച്ച് കഴിക്കുന്നു. ഇതാണ് ഈ സിനിമയിലെ പരിപാടി. ഇത് തന്നെയാണ് ഇവരിതിൽ ചെയ്യുന്നത്. അത് ഭയങ്കരമായിട്ട് നമുക്ക് കാണുമ്പോൾ ഒരിക്കലും എന്താ പറയുക നമുക്ക് ഒരു നെഗറ്റീവ് ഷെയ്ഡ് വരാത്തതാണ് ഈ സിനിമ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സിനിമ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കുറച്ച് ഷോർട്സുകളൊക്കെ ഉണ്ട്. ഒരു വ്യത്യസ്തമായി അതിൻ്റെ സീൻസും ഉണ്ട്. ഒരിക്കലും അത് എനിക്കിങ്ങനെ നിങ്ങൾ പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാൽ അത്രയും മാത്രം നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പറയുക അത് അവരുടെ ആ ഒരു വിശ്വാസം എങ്ങനെയാണ് അവരും ആ വിശ്വാസം നിർത്തിക്കൊണ്ട് തന്നെ അവരുടെ ഇത് ചെയ്യുന്നത്. പക്ഷെ അവർക്കിതൊരു ഹ്യൂമൻ ബീങ് ആണെന്നും അത് മറ്റുള്ളവർ വന്നതാണെന്നും അവരൊന്നും അത് നോക്കുന്നില്ല. പക്ഷെ നരഭോജി എന്ന് പറയുമ്പോൾ ആകില്ലല്ലോ, ആരെ കെട്ടിയും തിന്നുന്ന പരിപാടിയാണ്. പക്ഷെ വ്യത്യസ്തമായ ഒരു തോട്ടാണ് ഞാൻ വേറെ 20 എല്ലാ കോളേജിലും കാണുന്ന ഒരു ആക്ടിവിസ്റ്റ്, അവൻ്റെ കൂടെ കുറെ 6-7 പേരുണ്ടാവും. അവൻ പറയുന്നത് കേട്ട് തുള്ളാനുള്ള പരിപാടി. അതാണ് എനിക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവർക്കും തുള്ളാനൊരു പരിപാടി ഉണ്ടാവും. ആ തുള്ളുന്നുണ്ടപ്പോൾ പല അബദ്ധത്തിൽ ചാടുന്നു. അതിനുശേഷം അവർ ജീവിക്കുകയോ ജീവിക്കാതിരിക്കുകയോ. ഇതാണ് സിനിമയുടെ ഒറ്റ ഇതിവൃത്തം. ഓക്കെ, പക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. കാട്ടിലെ മനുഷ്യരും അവരെ കൊല്ലുന്നും പിന്നെ അവർ കുറച്ച് സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാനൊക്കെ നല്ല രസമായിട്ട് തോന്നി എനിക്ക്. എന്നാൽ ഈ സിനിമ നിങ്ങൾ കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം. കുറേയധികം ക്രിട്ടിക്സ് അവാർഡെല്ലാം ഇതിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ 5 ബില്യൺ മുടക്കുന്നില്ലെങ്കിലും ഒരു 12.5 ഇവർ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രമാത്രം നല്ലൊരു മൂവിയായിട്ട് ക്രിട്ടിക്സ് ഒക്കെ കിട്ടിയ മൂവി ആണെങ്കിൽ പക്ഷെ നല്ല ഒരു എന്താ പറയുക വ്യൂവർഷിപ്പുള്ള മൂവിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം. കാരണം ഒരിക്കലും നരഭോജിയായി ബന്ധപ്പെട്ട സിനിമ കാണാതിരിക്കാൻ നല്ലത്. കാരണം കുറച്ചുകൂടി വയലൻസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. പക്ഷെ നിങ്ങൾ കണ്ടു കഴിഞ്ഞ സിനിമ ഒരിക്കലും മോശമാണെന്ന് പറയേണ്ട അവസ്ഥയില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം. കാരണം അത്ര സിനിമകൾ കാണാൻ താല്പര്യമുള്ളതായിരിക്കും. ഓക്കെ, ഈ റോങ് ടേൺ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കാരണം അല്ലാത്ത പക്ഷം ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി എന്താ പറയുക ഡിസ്റ്റർബ് ആയി പോകുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഓക്കെ, താങ്ക് യു, ബൈ.